തിരുവനന്തപുരത്തെ കോവളം തിരുവല്ലം ബൈപ്പാസ് റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാണ്. കോവളം വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പ്രധാന പാതയിൽ ബൈക്ക് യാത്രക്കാരെ ഇടിച്ചിട്ട് കടന്നു കളയുന്നവരുണ്ട്. കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കാറുണ്ട്. വലിയ വാഹനങ്ങളും അപകടമുണ്ടാക്കുന്നതിൽ ഒട്ടും പിന്നിലല്ല. ഏതെങ്കിലും ഒരു ഡ്രൈവറുടെ അശ്രദ്ധയാണ് ഈ അപകടങ്ങൾക്കെല്ലാം പിന്നിൽ. കോവളം തിരുവല്ലം ബൈപ്പാസിൽ നിയന്ത്രണം വിട്ട് കഴിഞ്ഞ ദിവസം ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ ബൈക്കിൻ്റെ ഹാൻഡിലിൽ എങ്ങനെ പെയിൻറ്റ് പതിഞ്ഞു? അങ്ങനെയെങ്കിൽ അപകടത്തിന് മറ്റൊരു വാഹനവും കാരണമായില്ലേ? നീല നിറം നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയ ഇരുചക്ര വാഹനത്തിൽ എങ്ങനെ വന്നു എന്നായി പോലീസിൻ്റെ അന്വേഷണം. ഈ അപകടത്തിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ സംശയമാണ് തിരുവല്ലം പോലീസിനെ കൂടുതൽ അന്വേഷണം നടത്തുന്നതിലേക്ക് കൊണ്ടെത്തിച്ചത്. ആ നിറം ഒരു കാറിൻ്റെ പെയിൻ്റാണെന്ന് അങ്ങനെ പോലീസ് കണ്ടെത്തി. ഇതോടെ ഇവരെ പിന്നാലെ വന്ന കാർ ഇടിച്ചിട്ട് നിർത്താതെ പോയതാണെന്നും പോലീസ് കണ്ടെത്തി. വാഹനം ഓടിച്ച പ്രതി ഒടുവിൽ കുറ്റം സമ്മതിച്ചു. ഇതോടെ തിരുവനന്തപുരത്ത് IT ജീവനക്കാരായ യുവാവും യുവതിയും വാഹനാപകടത്തിൽ മരണപ്പെട്ട സംഭവത്തിൽ തലസ്ഥാനത്തെ പോലീസ് നിർണായകമായ തെളിവ് കണ്ടെത്തിയതോടെ കേസിൽ സംഭവിച്ചത് ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു. വിശദമായ അന്വേഷണത്തിൽ ബൈക്കിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടുണ്ടായ അപകടമല്ല ഇതെന്നും പിന്നിൽ നിന്നും ഒരു കാർ ഇടിച്ചതാണ് മരണകാരണമായതെന്നും പോലീസ് കണ്ടെത്തി. അപകടത്തിന് ശേഷം കാർ നിർത്താതെ പോയി. സംഭവത്തിൽ മലയങ്കീഴ് സ്വദേശിയായ യുവാവിനെയും അപകടത്തിൽപ്പെട്ട കാറിനെയും പോലീസ് കണ്ടെത്തി. കാർ ഓടിച്ചിരുന്ന വിഷ്ണു എന്ന യുവാവ് ഇടിച്ച ശേഷം വാഹനം നിർത്താതെ പോയതായി ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയും ചെയ്തു. എറണാകുളം മുളവൂർ ഈസ്റ്റ് വാഴപ്പള്ളി നിരപ്പിൽ സ്വദേശിയാണ് മരണമടഞ്ഞ നവീൻ. ഇടുക്കി തൊടുപുഴ കരിങ്കുന്നം സ്വദേശിയാണ് മൃദുല ആനുമ്മൻ. ടെക്നോപാർക്കിലെ IT കമ്പനിയിലെ എഞ്ചിനീയറായിരുന്ന നവീനും കിൻഫ്രയിലെ IT സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു മൃദുലയും. തിരുവല്ലത്ത് നിന്നും കോവളം ഭാഗത്തേക്ക് ഇവർ സഞ്ചരിക്കുന്നതിനിടെ ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നായിരുന്നു പോലീസിന് ലഭിച്ച ആദ്യ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം നവീൻ്റെ ജന്മദിനമായിരുന്നു. കോവളം ഭാഗത്തേക്ക് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഇരുവരും തിരുവല്ലം ടോൾ പ്ലാസയ്ക്ക് സമീപം അപകടത്തിൽപ്പെടുകയായിരുന്നു. നവീനും മൃദുലയ്ക്കും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മൃദുല ബൈക്കിൽ നിന്ന് തെറിച്ചു വീണതായും പോലീസ് പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. മൃദുല അപകട സ്ഥലത്തും നവീൻ ആശുപത്രിയിൽ എത്തിച്ച സമയവുമാണ് മരിച്ചത്. അപകടത്തിൽ ദുരൂഹത തോന്നിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണമാണ് ഈ ഹിറ്റ് ആൻഡ് റൺ കേസിൻ്റെ ചുരുളഴിച്ചത്. അപകടത്തിന് മുമ്പും പിന്നിലും തിരുവല്ലം ഭാഗത്തു നിന്നും കോവളം ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. സുഹൃത്തുക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കും പിന്നിലെ സഞ്ചരിച്ചിരുന്ന കാറും വ്യക്തമായി ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അപകടത്തിനിടയാക്കിയ കാർ തിരിച്ചറിഞ്ഞു. നമ്പർ പിന്തുടർന്നുള്ള അന്വേഷണത്തിൽ മലയങ്കീഴ് സ്വദേശി വിഷ്ണുവാണ് വാഹനം ഓടിച്ചിരുന്നത് എന്ന് തെളിഞ്ഞു. പിന്നാലെയാണ് തിരുവല്ലം പോലീസ് മാറനല്ലൂരിലെ വീട്ടിൽ നിന്നും വിഷ്ണുവിനെയും വാഹനത്തിനെയും കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരത്തെ ബന്ധുവിനൊപ്പം ആശുപത്രിയിലെത്തി മടങ്ങുകയായിരുന്നു വിഷ്ണു. തൻ്റെ കാറിൽ തട്ടി ബൈക്കിന് അപകടം സംഭവിച്ചെന്ന് മനസ്സിലായതിന് പിന്നാലെ വിഷ്ണു കാർ മുന്നോട്ട് നിർത്തി. ആളുകളുടെ ബഹളവും പരിക്കേറ്റവരുടെ ഗുരുതരാവസ്ഥയും വ്യക്തമായതോടെ പരിഭ്രാന്തിയിൽ കാർ ഓടിച്ച് നീങ്ങുകയായിരുന്നെന്നാണ് വിഷ്ണുവിൻ്റെ മൊഴി.